നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്ടോബർ മാസത്തിലെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ, കഴിഞ്ഞ മാസം പെൻഷൻ മുടങ്ങിയ ആളുകൾ, ഒരു വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ, ഇപ്പോൾ കുടിശ്ശിക ഒരു വർഷത്തിലധികമായി കുടിശ്ശികയുള്ള തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവർക്കെല്ലാം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒക്ടോബർ മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ലഭിക്കും. ഇപ്പോൾ കുടിശ്ശികയുള്ള കഴിഞ്ഞ വർഷം കുടിശ്ശിക ഉണ്ടായിരുന്ന 1 മാസത്തെ പെൻഷനും അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ പെൻഷനുമായ 1600 രൂപയും കൂടി 3200 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. അതിനുശേഷം നവംബർ മാസം മുതൽ അവർക്ക് പെൻഷൻ 2000 രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ മാസം പകുതിയോടുകൂടി തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിരിക്കും. ഈ മാസത്തോടെ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് അടുത്ത മാസം മുതൽ മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക. അതിനപ്പുറം 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അപ്പോഴും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമനിധി പോലും ലഭിക്കുന്ന പെൻഷൻ ഇപ്പോൾ 18 മാസത്തോളമായി കുടിശ്ശികയാണ്. അതും 1-2 മാസത്തെ പെൻഷൻ കുടിശ്ശിക നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് പെൻഷൻ കറക്റ്റായി തന്നെ ലഭിക്കും. അതുപോലെ തന്നെ പെൻഷൻ വർധനവുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു വർധനവും അതുപോലെ തന്നെ പെൻഷനുമെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മസ്റ്റും പൂർത്തിയാക്കിയ ആളുകളാണ്. അവർക്ക് മാത്രമായിരിക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല ആളുകൾക്കും മെസ്സേജ് വരുന്നുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പറഞ്ഞ്. ഇത് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ മെസ്സേജ് വന്നോ അല്ലെങ്കിൽ അറിയിപ്പോ ലഭിച്ച ആളുകൾ മാത്രമാണ് മസ്റ്റും പൂർത്തിയാക്കിയതിന് ശേഷവും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെന്ന് അവർക്ക് സംശയമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു നോട്ടീസ് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലമാണ്. അവർ വീണ്ടും പുനർവിവാഹയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം അവർ അതും നൽകണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ സത്യവാങ്മൂലം നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ കണക്കനുസരിച്ചല്ല, നമ്മൾ കൊടുത്ത രേഖകൾ അനുസരിച്ച് 60 വയസ്സ് എന്നാണോ ആകുന്നത് അതുവരെയും നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാർഡ് മെമ്പർ മുഖേനയും ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഈ ഒരു ഫോം നിങ്ങൾ പഞ്ചായത്തിൽ നേരിട്ട് ഏൽപ്പിക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് വിധവ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു അറിയിപ്പ് ലഭിച്ച ആളുകൾ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകേണ്ടത്. ഇനി നമുക്ക് പുതിയ പെൻഷൻ അപേക്ഷിക്കുവാൻ, അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയ ആൾ, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ എന്ത് കാരണം കൊണ്ടാണ് മുടങ്ങിയെന്ന് മനസ്സിലാക്കുക. നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ഏത് കാരണം കൊണ്ടാണ് മുടങ്ങിയെന്ന് നമുക്കറിയാൻ സാധിക്കും. അത് ചിലപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മസ്റ്റിംഗ് ചെയ്തത് കൊണ്ടായിരിക്കാം, ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ സർക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടായിരിക്കുക, 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക, 1 അതിൽ കൂടുതൽ വീടുകൾ ഉണ്ടായിരിക്കുക, വീട്ടിൽ AC മറ്റ് സൗകര്യം ഉണ്ടായിരിക്കുക. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയേക്കാം. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയുള്ള ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാം. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി തന്നെ ചെയ്യാം. സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയക്ക് നിങ്ങളുടെ സഹായങ്ങൾ തേടാം. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പർ ലഭിക്കുകയും അതിലേക്ക് നിങ്ങൾ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ വിളിക്കുകയും ചെയ്യും. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അപ്രൂവൽ ആകുകയും
അങ്ങനെ അപ്രൂവലായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെൻഷൻ ID ലഭിക്കും. ഈ ഐഡിയുമായി എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ മസ്റ്റിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുക. എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്കും പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവസരമുണ്ട്. എന്നാൽ ഇങ്ങനെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾ എന്ത് കാരണം കൊണ്ടാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തവർ അന്വേഷണം നടത്തും. പല ആളുകളും വിദേശത്തുമായതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ അവർ എന്നേക്കുമായി തടസ്സപ്പെടും. അതല്ല നിങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഈ ഒരു സമയത്തെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.